أهلا يا أبنائي السلام عليكم كيف حالكم എന്താ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖം തന്നെയാണോ? ഇന്ന് എല്ലാവരും നല്ല സന്തോഷത്തിലാണല്ലോ. നമ്മൾ കഴിഞ്ഞ ദിവസം എന്തൊക്കെ പഠിച്ചേ? തൗസിനെ കുറിച്ചും ബബായിനെ കുറിച്ചുമൊക്കെ പാട്ട് എഴുതാൻ പഠിച്ചു അല്ലേ? അതേപോലെ പാടാനും. നമ്മളെ ക്ലാസ്സിലെ കുറേ കുട്ടികൾ തൗസിനെ കുറിച്ചും ബബായിനെ കുറിച്ചും സ്വന്തം പദ്യം എഴുതി അല്ലേ? പിന്നെ അതൊക്കെ പാടി നമ്മളെ ക്ലാസ് ഗ്രൂപ്പിൽ വിട്ടു തന്നു. ഇതൊക്കെ കണ്ടപ്പോൾ മാഷിന് വലിയ സന്തോഷമായിട്ടോ. ശരിക്കും മാഷിന് ഏറ്റവും അധികം സന്തോഷമുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് വിട്ട് അത് ക്ലാസ് ഗ്രൂപ്പിൽ ഇങ്ങനെ കാണുമ്പോൾ. അതുകൊണ്ട് എല്ലാവരും പ്രവർത്തനങ്ങൾ ചെയ്ത് വിടണം. കഴിഞ്ഞ ദിവസം നല്ല ഭംഗിയായിട്ട് പ്രവർത്തനങ്ങൾ ചെയ്തു വിട്ടിട്ടുണ്ട്. ഈ കുട്ടികൾക്കൊക്കെ മാഷിൻ്റെ ഹൃദ്യമായ അഭിനന്ദനങ്ങൾ. പിന്നെ നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളെ സഹായിച്ച ഉമ്മമാർക്കും ആരൊക്കെയാണോ നിങ്ങളെ സഹായിച്ചത് അവർക്കൊക്കെ മാഷിൻ്റെ അഭിനന്ദനങ്ങൾ. എന്താണ് നമ്മളെ ഹാദിഫിൻ്റെയും കൂട്ടുകാരൻ സിഞ്ചാബിൻ്റെയൊക്കെ വിശേഷങ്ങൾ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ, സിഞ്ചാബ് വലിയ സന്തോഷത്തിലാണ്. കാരണം എന്താ? ഹാദിഫിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ കൃഷിത്തോട്ടത്തിലും പൂന്തോട്ടത്തിലൊക്കെ കറങ്ങി നടക്കുകയാണ് ഇങ്ങനെ അല്ലേ. പിന്നെ പലതരം പഴങ്ങളൊക്കെ കഴിച്ച് സന്തോഷിച്ച് ഇരിക്കുകയാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് സിഞ്ചാബ് വീട്ടിലേക്ക് പോയപ്പോൾ സിഞ്ചാബിൻ്റെ കുട്ടികൾക്ക് വേണ്ടി കൈ നിറയെ ജുവാഫയുമായിട്ടാണ് സിഞ്ചാബ് പോയത്. അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ സിഞ്ചാബിൻ്റെ വീട്ടിൽ പോയി അവിടെ കുട്ടികളുമായിട്ട് സംസാരിക്കുന്നതും കുട്ടികൾക്ക് ഹാദിഫിൻ്റെ വീട്ടിലെ കൃഷിത്തോട്ടത്തിലെയും പൂന്തോട്ടത്തിലെയും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന രസകരമായ പാടാണ് കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചിട്ടേ ഉള്ളൂ അല്ലേ. അതിൻ്റെ അർത്ഥവും എന്താണ് അതിൽ പറയുന്ന രസകരമായ കാര്യങ്ങളൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. വെറുതെ ഒരു വട്ടം വായിച്ച് പഠിച്ചിട്ടേ ഉള്ളൂ. ഇപ്പം എല്ലാവരും വായിക്കാൻ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. ഇനി നമുക്ക് അതിൻ്റെ അർത്ഥം പറയണം. എന്തൊക്കെയാണ് അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് ഒന്ന് വായിച്ച് അർത്ഥം അറിഞ്ഞ് മനസ്സിലാക്കാം. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് തുറക്കി 14-ാമത്തെ പേജ്. തമാം, 14-ാമത്തെ പേജ് എല്ലാവരും എടുത്തല്ലോ അല്ലേ. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ പാഠഭാഗം വായിക്കാൻ പഠിച്ചതാണ്. ഇനി നമുക്ക് ഈ പാഠഭാഗത്തിൻ്റെ അർത്ഥസഹിതം വായിക്കുകയാണ് വേണ്ടത്. അൽ അദ്ഹാറു വൽ ഫറാഷ, പൂക്കളും പൂമ്പാറ്റയും. അദ്ഹാർ എന്ന പൂക്കൾ, ഫറാഷ എല്ലാവർക്കും അറിയാം എന്താണ്, പൂമ്പാറ്റ. പൂക്കളും പൂമ്പാറ്റയും നമുക്കറിയാം. ഈ പാഠഭാഗം സിഞ്ചാബിൻ്റെ കുട്ടികൾക്ക് ഹാദിഫിൻ്റെ വീട്ടിലെ പൂന്തോട്ടത്തിലെയും കൃഷിത്തോട്ടത്തിലെയും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് അല്ലേ. അതാണ് ഈ പാഠഭാഗത്തിലുള്ളത്. നോക്കാം നമുക്ക്. ഇപ്പോൾ സിഞ്ചാബ് പറയാണ് കുട്ടികളോട്, ഹുനാക ഹദീഖത്തുൻ വാസിഅ, ഹുനാക ഹദീഖത്തുൻ വാസിഅ, അവിടെ വിശാലമായ ഒരു തോട്ടമുണ്ട്. അവിടെ വിശാലമായ ഒരു തോട്ടമുണ്ട്. ഹുനാക അവിടെ, ഹദീഖത്തുൻ ഒരു തോട്ടമുണ്ട്, വാസിഅത്തുൻ വിശാലമായ. ഹുനാക ഹദീഖത്തുൻ വാസിഅത്തുൻ അവിടെ വിശാലമായ ഒരു തോട്ടമുണ്ട്. ഫീഹാ അഷ്ജാറുൻ കബീറ. മാമാന അഷ്ജാർ, ഷജറത്ത് അല്ലേ. ഷജറത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരം. അഷ്ജാറുൻ എന്ന് പറയുമ്പോൾ കൂടുതൽ മരങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ബഹുവചനായിട്ട് പറയുന്നതാണ് അഷ്ജാറുൻ. ഷജറത്തുൻ എന്ന് പറയുമ്പോൾ ഒരു മരമാണ്. അഷ്ജാർ എന്ന് പറയുമ്പോൾ കൂടുതൽ മരങ്ങൾ, കുറേ മരങ്ങൾ. ഇപ്പം എന്താ പറയുന്നത്?
ഫീഹ അവിടെയുണ്ട് അഷ്ജാറുൻ കബീറ. കബീറത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ കുറേ മരങ്ങളുണ്ട് അവിടെ. ഫിഹ അഷ്ജാറുൻ കബീറ, അവിടെ കുറേ മരങ്ങളുണ്ട്. അസ്മാറുഹ ലദീദ, അസ്മാറുഹ ലദീദ. അസ്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 1ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അസ്മാർ സമർ എന്താ, പഴങ്ങൾ. അസ്മാറുഹ ആ മരത്തിലുള്ള പഴങ്ങൾ ലദീദ നല്ല മധുരമുള്ളതാണ്, നല്ല സ്വാദുള്ളതാണ്. ഫിഹ ജുവാഫത്തുൻ നാളിജ, അതിൽ എന്തൊക്കെ ഉണ്ട്? ഫിഹ അവിടെ ഉണ്ട് ജുവാഫത്തുൻ, എല്ലാവർക്കും അറിയാം, പേരക്ക അല്ലേ. നാളിജ പഴുത്ത് പാകമായ പേരക്ക ഉണ്ട് അവിടെ. പിന്നെന്താ? വഫിൽ ഹദീഖത്തി അഗ്റാസുൻ കസീറ, വഫിൽ ഹദീഖത്തി അഗ്റാസുൻ കസീറ. എല്ലാവരും പുസ്തകത്തിൽ ഓരോ വാക്കുകൾ വായിക്കുമ്പോഴും ശ്രദ്ധിച്ച് നോക്കണം, വിരൽ വെച്ച് നോക്കണം. പുസ്തകത്തിലാണ് നോക്കേണ്ടത്. ഇപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലേ എല്ലാവരും? വഫിൽ ഹദീഖത്തി തോട്ടത്തിലുണ്ട് അഗ്റാസുൻ കസീറ, ധാരാളം അഗ്റാസുകളുണ്ട്, ചെടികൾ, തൈകൾ, ധാരാളം തൈകൾ, ചെടികൾ ഒക്കെ ഉണ്ട്. എവിടെ? ഫിൽ ഹദീഖ തോട്ടത്തിൽ. അദ്ഹാറുഹ ജമീല, അദ്ഹാറുഹ ജമീല. അതിൻ്റെ പൂക്കൾ, ചെടിയിലുള്ള പൂക്കൾ ജമീല ഭംഗിയുള്ളതാണ്. അദ്ഹാറുഹ അദ്ഹാറുൻ പൂക്കൾ, ചെടിയിലുള്ള പൂക്കൾ ഭംഗിയുള്ളതാണ്. ഔറാഖുഹ റാഇഅൻ, ഔറാഖുഹ റാഇഅൻ. അവിടുത്തെ ഇലകൾ, അതിലുള്ള ഇലകൾ, വറക്ക് എന്ന് പറയാൻ നമുക്കറിയാം. വറക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഇല. ഔറാഖ് എന്ന് പറയുമ്പോൾ കുറേ ഇലകൾ. ഔറാഖുഹ അതിലുള്ള ഇലകളോ റാഇഅൻ കാണാൻ നല്ല ഭംഗിയുള്ളതാണ്. കാണാൻ നല്ല ഭംഗിയുള്ള, നല്ല ചന്തമുള്ള ഇലകൾ. അദ്ഹാറുഹ ജമീല അതിലുള്ള പൂക്കളോ ഭംഗിയുള്ളതാണ്. ഇനി എന്താ താഴെ? അൽ ഫറാശത്തു തതീറു മിൻ സഹ്റത്തിൻ ഇലാ സഹ്റ. അൽ ഫറാശത്തു എല്ലാവർക്കും അറിയാം, ഫറാശത്ത് പൂമ്പാറ്റ. തതീറു മിൻ സഹ്റത്തിൻ, തതീറു അത് പറക്കുന്നു, മിൻ സഹ്റത്തിൻ ഒരു പൂവിൽ നിന്ന്, ഇലാ സഹ്റ പൂവിലേക്ക്, പൂവിൽ നിന്നും പൂവിലേക്ക് പൂമ്പാറ്റ പറക്കുന്നു. ഒരു വട്ടം കൂടി അർത്ഥസഹിതം മാഷ് വായിച്ചു തരാം. എല്ലാവരും വിരൽ വെച്ച് ശ്രദ്ധിച്ച് കേൾക്കണം. ഹുനാക ഹദീഖത്തുൻ വാസിഅൻ, അവിടെ വിശാലമായൊരു തോട്ടമുണ്ട്. ഫിഹ അഷ്ജാറുൻ കബീറ, അതിൽ വലിയ മരങ്ങളുണ്ട്. അസ്മാറുഹ ലദീദ, മധുരമുള്ള പഴങ്ങളുണ്ട്. ഫിഹ ജുവാഫത്തുൻ നാളിജ, അതിൽ പഴുത്ത് പാകമായ ജുവാഫയുണ്ട്, പേരക്കയുണ്ട്. വഫിൽ ഹദീഖത്തി അഗ്റാസുൻ കസീറ, ഹദീഖത്തിൽ തോട്ടത്തിൽ ചെടികളുണ്ട്, ധാരാളം ചെടികളുണ്ട്. അദ്ഹാറുഹ ജമീല, അതിലെ പൂക്കൾ നല്ല ഭംഗിയുള്ളതാണ്. ഔറാഖുഹ റാഇഅൻ, അതിൻ്റെ ഇലകൾ കാണാൻ നല്ല ചന്തമുള്ളതാണ്. അൽ ഫറാശത്തു തതീറു മിൻ സഹ്റത്തിൻ ഇലാ സഹ്റ, പൂമ്പാറ്റ പൂവിൽ നിന്നും പൂവിലേക്ക് പറക്കുന്നു. ഇതൊക്കെയാണ് അവിടുത്തെ കാഴ്ച. എല്ലാവരും ശരിക്ക് ശ്രദ്ധിച്ച് കൂടുതൽ തവണ വായിച്ച് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി വെക്കണം. തമാം. ഹാദിഫിൻ്റെ വീട്ടിലെ കൃഷിത്തോട്ടത്തിലെയും പൂന്തോട്ടത്തിലെയും കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ നിങ്ങൾക്കും സന്തോഷമായല്ലോ. അതുപോലെ സിഞ്ചാബിൻ്റെ കുട്ടികൾക്ക് വലിയ സന്തോഷമായി. അവരൊക്കെ സിഞ്ചാബിനോട് പറഞ്ഞു, ഞങ്ങൾക്കും പോകണം അവിടെ, ഞങ്ങളെ അവിടേക്ക് കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സിഞ്ചാബ് പറഞ്ഞു, പിന്നെ ഒരു ദിവസം നിങ്ങളെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് അവരെ അങ്ങനെ നിർത്തി വെച്ചതാണ്. അപ്പോൾ സിഞ്ചാബിൻ്റെ കുട്ടികൾ പറഞ്ഞു, എന്നാൽ അവിടുത്തെ പൂക്കളെ പറ്റിയൊക്കെ ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. അങ്ങനെ അവിടുത്തെ പൂക്കളെ പറ്റിയൊക്കെ സിഞ്ചാബ്
സിഞ്ചാബിൻ്റെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. നമുക്കൊന്ന് നോക്കാം എന്താണ്. നമുക്ക് ആ പൂക്കളൊക്കെ ഒന്ന് കണ്ടു നോക്കുക. കണ്ടോ, ഇതേതാ പൂവ്? എല്ലാവരും കാണുന്ന പൂവാണല്ലോ. റോസാപ്പൂവാണ് അല്ലേ? റോസാപ്പൂവാണ്. എല്ലാവർക്കും ഇഷ്ടമല്ലേ റോസാപ്പൂവ്? കാണാൻ നല്ല ഭംഗിയുള്ള പൂവാണ് അല്ലേ? റോസാപ്പൂവിന് നമ്മൾ എന്താ പറയുക അറബിയിൽ? എന്താ പറയുക? നോക്ക്. അതെ, വർദുൻ. എന്താണ്? വർദുൻ. അപ്പോൾ എല്ലാവരും റോസാപ്പൂവിൻ്റെ പേര് പഠിച്ചു വെക്കുക. വർദുൻ. പഠിച്ചില്ലേ എല്ലാവരും? ഇനി നമുക്ക് അടുത്ത പൂവ് ഏതാ നോക്കുക. കണ്ടോ, എങ്ങനെയുണ്ട്? ഏതാ ഈ പൂവ്? മല്ലിക അല്ലേ? എല്ലാവർക്കും അറിയണേ, എല്ലാവർക്കും പരിചയമുള്ള, നമ്മളെപ്പോഴും കാണുന്നൊരു പൂവാണ് മല്ലികപ്പൂവ്. എല്ലാവർക്കും ഇഷ്ടമല്ലേ മല്ലികപ്പൂവ്? എന്താ മല്ലികപ്പൂവിന് നമ്മൾ പറയുക? നമ്മൾ അറബി പുസ്തകത്തിൽ, അറബി ഭാഷയിൽ എന്താ പറയുക? നോക്കുക നമുക്ക്. കണ്ടില്ലേ? സമ്പക്ക്. എന്താ പറയുക? സമ്പക്ക്. എല്ലാവരും ഒന്ന് പറയും. സമ്പക്ക്. ഇല്ലല്ലോ, ചില ആളുകളൊന്നും പറഞ്ഞിട്ടില്ല. നല്ല ഉച്ചത്തിൽ പറയണം, നല്ല ശബ്ദത്തിൽ പറയണം. സമ്പക്ക്. തമാം. ഇനി നമുക്ക് അടുത്ത പൂവ് നോക്കാം. കണ്ടോ, ഇതേതാ പൂവ്? ഇതും എല്ലാവർക്കും അറിയല്ലോ. മുല്ലപ്പൂവ് അല്ലേ? ഇതിനൊരു പ്രത്യേകത ഉണ്ടല്ലോ. എന്താണ്? നല്ല സുഗന്ധമുള്ള പൂവാണ് അല്ലേ? മുല്ലപ്പൂവ് എവിടെയെങ്കിലും വിരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ അടുത്ത് കൂടെ പോയാലും നമുക്കറിയാം ഇവിടെ അടുത്ത് എവിടെയോ മുല്ലപ്പൂവുണ്ട്. അത്രയ്ക്കും നല്ല സുഗന്ധം അല്ലേ? എല്ലാവർക്കും ഇഷ്ടമല്ലേ മുല്ലപ്പൂവ് അല്ലേ? എന്നാൽ മുല്ലപ്പൂവിന് എന്താണ് നമ്മൾ അറബി ബുക്കിൽ പറയുക? അറബി ഭാഷയിൽ എന്താ പറയുക മുല്ലപ്പൂവിന്? നോക്കാം. കണ്ടോ, എന്താണ്? ഫുല്ലുൻ. ഒന്നെല്ലാവരും പറയും. ഫുല്ലുൻ. ഉറക്കെ പറയണം. ഫുല്ലുൻ. തമാം. ഇനി നമുക്ക് അടുത്ത പൂവ് ഏതാ നോക്കുക. കണ്ടോ, ഇതേതാണ് പൂവ്? ഇത് കണ്ട ആളുകൾ കൂടുതലില്ലല്ലോ അല്ലേ? ഇതിൻ്റെ പേരാണ് ആമ്പൽപ്പൂ. കുളത്തിലൊക്കെയാണ് ഇത് കൂടുതലായിട്ട് കാണുക. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ പൂവ് ചിത്രത്തിലല്ലാതെ? ഇനി നമുക്കതൊക്കെ കാണാനുള്ളൊരു യാത്ര നടത്തണം നമ്മളെ സ്കൂളിൽ നിന്ന് നമുക്ക് കേട്ടോ. ആമ്പൽപ്പൂവും എല്ലാം കാണണം നമുക്ക്. അപ്പോൾ ഈ ആമ്പൽപ്പൂവിന് എന്താ നമ്മൾ അറബി ഭാഷയിൽ പറയുക? എന്താണ്? നൗഫർ. എന്താണ്? നൗഫർ. എല്ലാവരും പഠിച്ചു വെക്കുക. ഒന്ന് പറയാം എല്ലാവരും. നൗഫർ. നൗഫർ. തമാം. അങ്ങനെ പൂക്കളെക്കുറിച്ചൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ സിഞ്ചാബിൻ്റെ കുട്ടികൾക്ക് അതിലേറെ സന്തോഷമായി. അപ്പോൾ അവർ പറഞ്ഞു ഈ പൂക്കളെ നിറങ്ങളൊക്കെ ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം നിറങ്ങൾ അറിയണ്ടേ? നിറങ്ങളെ പഠിക്കണ്ടേ? ഒന്ന് നോക്കുക നമുക്ക്. ഇതേതാ നിറം? എല്ലാവർക്കും അറിയാം. ഏതാണ്? ചുവപ്പ്, റെഡ്. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണല്ലേ. ചുവപ്പ് നിറത്തിന് നമ്മൾ എന്താ പറയാന്ന് 1ാം ക്ലാസ്സിൽ നിന്ന് പഠിച്ചതാണ്. എന്നാലും ഒന്നുകൂടിയും പറയാം. എല്ലാവരും ഒന്ന് പറയും. എന്താ പറയുക? അഹ്മർ. മുംതാസ്. ചുവപ്പിനെന്താ പറയുക? അഹ്മർ. തമാം. ഇനി നമുക്ക് അടുത്തത് നോക്കുക. ഇതേതാ നിറം? ഏതാണ്? കറുപ്പ് നിറം അല്ലേ? എല്ലാവർക്കും അറിയാം. എന്താ നമ്മൾ ഇംഗ്ലീഷിൽ എന്താ കറുപ്പ് നിറത്തിന് പറയാം? ബ്ലാക്ക് അല്ലേ? ബ്ലാക്ക്. എന്താ നമ്മൾ അറബി ഭാഷയിൽ പറയുക? എന്താണ്? അസ്വദ്. ഒന്ന് പറയാം എല്ലാവരും. അസ്വദ്. ഒന്നുകൂടി. അസ്വദ്. തമാം. ഇനി നമുക്ക് ഇതേതാ നിറം? ഏതാ? മഞ്ഞ അല്ലേ? മഞ്ഞ നിറം. യെല്ലോ എന്ന് പറയും. ഇംഗ്ലീഷിൽ എന്താ പറയാം? യെല്ലോ. നമ്മൾ അറബി ഭാഷയിൽ എന്ത് പറയും? അസ്ഫർ. എന്താണ്? അസ്ഫർ. എല്ലാവരും പറയും. അസ്ഫർ. തമാം.
ഇനി ഇതേതാ നിറം? ഏതാണ്? നീല, ബ്ലൂ. ഇംഗ്ലീഷിൽ എന്താ പറയുക? ബ്ലൂ. ഈ നിറത്തിന്, നീല നിറത്തിന് എന്താ നമ്മൾ അറബിയിൽ പറയുക? എന്താണ്? നോക്ക്. അസ്റഖ്. ഒന്ന് പറയാം എല്ലാവരും. അസ്റഖ്. ഒന്നും കൂടി നല്ല ശബ്ദത്തിൽ പറയണം. അസ്റഖ്. തമാം. ഇനി നമുക്ക് അടുത്ത് നോക്കുക. ഏതാണ്? വെള്ള നിറം അല്ലേ? വെള്ള നിറം. വെള്ളക്ക് എന്താ നമ്മൾ ഇംഗ്ലീഷിൽ പറയുക? വൈറ്റ്. എന്താ പറയുക? വൈറ്റ്. എന്താ നമ്മൾ അറബി ഭാഷയിൽ പറയുക? അബിയവ്. എന്താണ്? അബിയവ്. ഒന്ന് പറയേ. അബിയവ്. തമാം. ഇനി ഇതേതാ നിറം? ഏതാണ്? പച്ച അല്ലേ? എന്താ പച്ച നിറത്തിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയാം? ഗ്രീൻ. എല്ലാവർക്കും അറിയാലോ, ഗ്രീൻ അല്ലേ? ഗ്രീൻ നിറത്തിന്, പച്ച നിറത്തിന് അറബി ഭാഷയിൽ നമ്മൾ എന്ത് പറയും? അഖ്ളർ. എന്താ പറയുക? അഖ്ളർ. ഒന്നുകൂടി നല്ല ഉച്ചത്തിൽ പറയണം. അഖ്ളർ. തമാം. അപ്പോൾ നമ്മൾ 6 നിറങ്ങൾ പഠിച്ചു അല്ലേ? ഇപ്പോൾ നമ്മൾ കുറച്ച് പൂക്കളെ പേരും കുറച്ച് നിറങ്ങളെ പേരും അറബിയിൽ എങ്ങനെയാണ് ആ പൂക്കളെയും നിറങ്ങളെയും പറയുക എന്നും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ചിത്രമൊക്കെ നോക്കി ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞു അല്ലേ? ഇനി നമുക്ക് ആ പൂക്കൾ, ഓരോ പൂക്കൾക്കും ഓരോ നിറങ്ങളാണല്ലോ, അങ്ങനെ ആ പൂക്കളെ നമുക്ക് ഓരോന്നും അതിൻ്റെ നിറങ്ങൾ വെച്ചുകൊണ്ടൊന്ന് പറയാം. നോക്കാം. വർദുൻ അഹ്മർ. ഒന്ന് പറയാം എല്ലാവരും. വർദുൻ അഹ്മർ. അടുത്തതോ? സംബഖുൻ അസ്ഫർ. എന്താണ്? സംബഖുൻ അസ്ഫർ. സംബഖിൻ്റെ നിറം ഏതാ? അസ്ഫർ, മഞ്ഞ നിറം അല്ലേ? ഒന്ന് പറയാം എല്ലാവരും. സംബഖുൻ അസ്ഫർ. അടുത്തത് ഏതാ? ഫുല്ലാണ് അല്ലേ? മുല്ലപ്പൂവാണ്. മുല്ലപ്പൂവിൻ്റെ നിറം വെള്ള നിറമാണ്. എങ്ങനെ പറയും? ഫുല്ലുൻ അബിയവ്. എങ്ങനെ പറയാം? ഫുല്ലുൻ അബിയവ്. എല്ലാവരും ഒന്ന് പറയും. ഫുല്ലുൻ അബിയവ്. പിന്നെ അടുത്തത് നൗഫറാണ് അല്ലേ? നൗഫറിന് ഏത് നിറമാണ്? നിങ്ങൾ കാണണ്ടല്ലോ. നീല നിറമാണ്. അപ്പോൾ എങ്ങനെ പറയാം? നൗഫറുൻ അസ്റഖ്. എങ്ങനെ? നൗഫറുൻ അസ്റഖ്. എല്ലാവരും ഒന്ന് പറയും. നൗഫറുൻ അസ്റഖ്. തമാം. ഇനി നമുക്ക് ഇപ്പോൾ പറഞ്ഞതൊക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒന്ന് നോക്കാം. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് തുറക്കൂ. പേജ് 15 കിട്ടിയില്ലേ? തമാം. പേജ് 15 എല്ലാവരും എടുത്തല്ലോ അല്ലേ? നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്. അത് ടെക്സ്റ്റ് ബുക്കിലൂടെ ഒന്നുകൂടി പറയാം. നമ്മൾ നേരത്തെ കണ്ട പൂക്കൾ അല്ലേ? വർദ്. ഇതവിടെ വർദ്. വർദുൻ അഹ്മർ. ചുവപ്പ് നിറത്തിലുള്ള വർദ്, റോസാപ്പൂ. സംബഖുൻ അസ്ഫർ. സംബഖുൻ അസ്ഫർ, മഞ്ഞ നിറത്തിലുള്ള മല്ലിക. ഫുല്ലുൻ അബിയവ്. ഫുല്ലുൻ അബിയവ്, അബിയവ് നിറത്തിലുള്ള, വെള്ള നിറത്തിലുള്ള മുല്ലപ്പൂവ്. നൗഫറുൻ അസ്റഖ്. നൗഫറുൻ അസ്റഖ്, നീല നിറത്തിലുള്ള നൗഫർ. അസ്റഖ് നിറത്തിലുള്ള ആമ്പൽ പൂവ്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ നോക്കിയതാണ്. ടെക്സ്റ്റ് ബുക്കിലും കൂടി നോക്കിയപ്പോൾ എല്ലാവർക്കും പൂക്കളെ പേരും അതിൻ്റെ അദ്ഹാറും അതിൻ്റെ അൽവാനും, പൂക്കളും അതിൻ്റെ നിറങ്ങളും മനസ്സിലായി. ഇനി അതേ നിറങ്ങൾ തന്നെ നമുക്കിവിടെ നോക്കി മനസ്സിലാക്കി നിറങ്ങളെ പേര് ഇവിടെ എഴുതുകയാണ് വേണ്ടത്. ആ പ്രവർത്തനത്തിനുള്ളതാണ് ഈ ഭാഗം. അപ്പോൾ ഇതെല്ലാവരും ഭംഗിയായിട്ട് ചെയ്യാനുള്ളതാണ്. ഇങ്ങനെയൊക്കെയാണ് പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടതെന്ന് മാഷ് ക്ലാസ്സിൻ്റെ അവസാനം പറയും. നോക്കിയാൽ തന്നെ എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. അസ്വദാണ് ഇവിടെ ലോന്. ഇവിടെ അസ്വദിൻ്റെ പേര് എഴുതിയിട്ടുണ്ട്
അല്ലേ? അസ്വദ് എന്ന് എഴുതിയിട്ടുണ്ട്. അതേപോലെ ഓരോന്നിനും താഴെ അതിൻ്റെ ലൗനിൻ്റെ പേര് എഴുതണം. തമാം. അടുത്ത പേജിൽ നമുക്കൊരു പ്രവർത്തനമാണ്. 16-ാമത്തെ പേജ്. 16-ാമത്തെ പേജിൽ ഈ പ്രവർത്തനം മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ളത്. എന്താണ്? നമ്മൾ പഠിച്ച അൽവാനുകൾ ഇവിടുത്തെ അസ്റഖ്, അസ്ഫർ, അഖ്ളർ ഓരോ കള്ളിയിലും ഇവിടെ നമുക്ക് കൊടുക്കാനുള്ള നിറങ്ങളെ അൽവാനിൻ്റെ പേര് എഴുതിയിട്ടുണ്ട്. അതേ നിറങ്ങൾ തന്നെ കൊടുത്തുകൊണ്ട് ഈ ചിത്രം ഭംഗിയായിട്ട് നമുക്ക് നിറം കൊടുക്കണം. ഇത് എന്തിൻ്റെ ചിത്ര നമ്മളിനി പറയേണ്ട ആവശ്യമില്ല അല്ലേ? ത്വാഇറത്തുൽ വറഖിയ്യ. അതുകൊണ്ട് തന്നെ താഴെ ഹാദിഹി ത്വാഇറത്തുൽ വറഖിയ്യ എന്ന് എഴുതണം. എഴുതൂലേ? ഇത്രയാണ് ഈ പേജ് 15-ലുള്ള പ്രവർത്തനം. എല്ലാവരും നല്ല വൃത്തിയായിട്ട് ഭംഗിയായിട്ട് ചെയ്യാം. തമാം. ഇന്നത്തെ ക്ലാസ് കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? സിഞ്ചാബ് കുട്ടികളുമായിട്ടുള്ള കാര്യങ്ങളും ഹാദിഫിൻ്റെ വീട്ടിലെ പൂന്തോട്ടത്തിലെ കാര്യങ്ങളൊക്കെ മക്കളുമായിട്ട് സംസാരിക്കുന്നതൊക്കെ നമ്മൾ പഠിച്ചു. അതിൻ്റെ ആ പാഠഭാഗത്തിൻ്റെ അർത്ഥസഹിതം വായിക്കാനും നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ കുറച്ച് അസ്ഹാറുകൾ പഠിച്ചു. അസ്ഹാറുകൾ പൂക്കളെക്കുറിച്ച് നമ്മൾ പഠിച്ചു. പിന്നെ കുറച്ച് അൽവാൻ പഠിച്ചു. മാമാന അൽവാൻ, ലൗൻ, അൽവാൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിറങ്ങൾ. ഈ നമ്മൾ നിറങ്ങൾ എന്നല്ല പറയുക കേട്ടോ, അൽവാൻ. അൽവാനെക്കുറിച്ചൊക്കെ ഒരു പാട്ട്, ഒരു പദ്യമൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇനി അൽവാൻ എന്നേ പറയാൻ പറ്റുള്ളൂ. അൽവാനെക്കുറിച്ച് പഠിച്ചു, അസ്ഹാറിനെ കുറിച്ച് പഠിച്ചു അല്ലേ? പിന്നെ ഇതൊക്കെ എങ്ങനെയാണ് ഓരോ അസ്ഹാറിൻ്റെയും ലൗന്, ഓരോ പൂക്കളുടെയും ലൗന് എന്താണ്, നിറം എന്താണ് എന്നൊക്കെ നമ്മൾ വായിച്ചു മനസ്സിലാക്കി പഠിച്ചു. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് പ്രവർത്തനങ്ങൾ ചെയ്യണം. എന്തൊക്കെയാണ്? ചെറിയ പ്രവർത്തനങ്ങളാണ്. ഒന്ന്, നമ്മൾ അൽ അദ്ഹാർ വൽ ഫറാഷ എന്ന പാഠഭാഗം നമ്മൾ അർത്ഥസഹിതം വായിച്ചതാണല്ലോ. നിങ്ങൾക്ക് കഴിയും വിധം, നിങ്ങൾക്ക് മനസ്സിലായത് കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ ആ പാഠഭാഗം എഴുതിയിട്ടുണ്ട്. അതിൻ്റെ താഴെയായിട്ട് അല്ലെങ്കിൽ അടുത്ത പേജിലായിട്ട് അതിന് മനസ്സിലായത് നിങ്ങൾ മലയാളത്തിലൊന്ന് എഴുതണം. നിങ്ങൾക്ക് കഴിയും വിധം എഴുതിയാൽ മതി കേട്ടോ. ചെറിയ തെറ്റുകളൊക്കെ വരാം. നിങ്ങൾ ഉമ്മാനോടോ അല്ലെങ്കിൽ അടുത്താരോ ഉള്ളത് അവരോട് ചോദിച്ച് മനസ്സിലാക്കി എഴുതുക. ഒന്നാമത്തെ പ്രവർത്തനം. ഇനി രണ്ടാമത്തെ പ്രവർത്തനം, നമ്മൾ അൽവാനുകൾ പഠിച്ചല്ലോ, നിറങ്ങളെ പേര് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ചെയ്യാനുണ്ടല്ലോ. ആ ഭാഗം നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പൂരിപ്പിക്കുക. പിന്നെ മൂന്നാമത്തെ പ്രവർത്തനം, നമ്മളെ ടെക്സ്റ്റ് ബുക്കിലെ അസ്ഹാറുകളുടെ ചിത്രം അതിൻ്റെ താഴെ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ നിറം, അതിൻ്റെ ലൗനടക്കം എഴുതിയിട്ടുണ്ട്. വർദുൻ അഹ്മർ. ഇതുപോലെ എഴുതിയത് നിങ്ങൾ നോട്ട് ബുക്കിലേക്ക് എഴുതണം. എഴുതുമ്പോൾ അതിന് പകരം, ടെക്സ്റ്റ് ബുക്കിലുള്ളതിന് പകരം ചിത്രം നിങ്ങൾ വെട്ടിയൊട്ടിക്കണം. വേറെ എവിടുന്നെങ്കിലും ചിത്രം കണ്ടുപിടിച്ച് മല്ലികയുടെ, സമ്പക്കിൻ്റെ, വർദിൻ്റെ, റോസാപ്പൂവിൻ്റെ, ഇങ്ങനെ ആ 4 പൂക്കളുടെയും സഹറിൻ്റെയും ചിത്രങ്ങൾ ഒട്ടിച്ചുകൊണ്ട് അതിൻ്റെ താഴെ വർദുൻ അഹ്മർ, സമ്പഖുൻ അസ്ഫർ എന്ന് ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയ പോലെ എഴുതണം. പിന്നെ മൂന്നാമത്തെ ഒരു പ്രവർത്തനം നല്ല ഈസി ആയിട്ടുള്ള പ്രവർത്തനമാണ്, എല്ലാവർക്കും രസകരമായി ചെയ്യാവുന്നതാണ്. നേരത്തെ കാണിച്ചു തന്നെ ത്വാഇറത്തുൽ വറഖിയ്യക്ക് നിറം കൊടുക്കണം. എത്ര ഭംഗിയായിട്ട് കൊടുക്കാൻ പറ്റുമോ അതുപോലെ ടെക്സ്റ്റ് ബുക്കിൽ ത്വാഇറത്തുൽ വറഖിയ്യക്ക് നിങ്ങൾ നിറം കൊടുക്കണം. ഇത്രയും പ്രവർത്തനങ്ങളേ ഉള്ളൂ. ഭംഗിയായിട്ട് എല്ലാവരും ചെയ്യണം. എന്നാൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അൽവാനെക്കുറിച്ചുള്ള പാട്ടോടുകൂടി, ഒരു പദ്യത്തോടു കൂടി, നല്ല രസകരമായൊരു പദ്യമാണ്.
അതോടുകൂടി നമുക്ക് അടുത്ത ക്ലാസ്സിൽ തുടങ്ങാം. അപ്പോൾ ഇനി ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ കാണാം. മഷ്കൂർ യാ അബ്നായി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.